അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വഖഫാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽ ഖുലാസത്തുൽ അൽഫിയ പാഠം അൽ അലമു ബൈത്ത് 75. വസ്മൻ അതാവാ കുഞ്ഞതം വാലഖബ വആഖിറൻ ദാ ഇൻസിബാഹു സാഹിബ. വസ്മൻ അതാവാ കുഞ്ഞതം വാലഖബ വആഖിറൻ ദാ ഇൻസിബാഹു സാഹിബ. അലമിനെക്കുറിച്ചും അലമിൻ്റെ നിർവചനവും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് കഴിഞ്ഞ 2 ബൈത്തിലായിട്ട് പറഞ്ഞത്. ഈ ബൈത്തിൽ പറയുന്നത് അലമുകൾ 3 വിധമുണ്ടെന്നും ഇസ്മ അലമ്, കുഞ്ഞത്ത് അലമ്, ലഖബ് അലമ്, ഇങ്ങനെ അലമുകൾ എത്ര വിധമുണ്ട്? 3 വിധമുണ്ട്. അതാണ് ഒരു കാര്യം പറയുന്നത്. മറ്റൊരു കാര്യം, ലഖബ് അലമിനെ ഇസ്മ അലമിനേക്കാൾ മുന്തിക്കാൻ പാടില്ല, പിന്തിക്കണം. അഥവാ ഇസ്മ അലമിനെ ആദ്യം കൊണ്ടുവരണം, പിന്നെ എന്ത് കൊണ്ടുവരാൻ പാടുള്ളൂ? ലഖബ് അലമിനെ കൊണ്ടുവരാൻ പാടുള്ളൂ. നോക്കൂ, വസ്മൻ ഇസ്മായ നിലയിൽ അതാ വന്നിരിക്കുന്നു, അലമ് വന്നിരിക്കുന്നു. വ കുഞ്ഞത്തൻ കുഞ്ഞത്തായ നിലയിലും, വ ലഖബൻ ലഖബായ നിലയിലും. അപ്പോൾ അലമുകൾ ഇസ്മ അലമായിട്ടും കുഞ്ഞത്തലമായിട്ടും ലഖബ് അലമായിട്ടും വന്നിട്ടുണ്ട്. വ അഖിറൻ നീ നിശ്ചയമായും പിന്തിച്ചോ, അതിനെ, ഏതിനെ? അവസാനം പറഞ്ഞ ലഖബ് അലമിനെ, അതിനെ നീ എന്ത് ചെയ്തോ? പിന്തിച്ചോ. ഇൻ സിവാഹു അതല്ലാത്തത് ആണെങ്കിൽ, സ്വഹിബ സഹവസിച്ചാൽ, അതല്ലാത്തത് ആ ലഖബലം അല്ലാത്തത് സ്വഹിബ ലഖബ് അലമിനോട് സഹവസിച്ചാൽ, അതിൻ്റെ കൂടെ വന്നാൽ. ഇവിടെ സിവാഹു ലഖബലം അല്ലാത്തത് പറഞ്ഞാൽ 2 പെടുന്നുണ്ട് അല്ലേ? ഇസ്മലമും കുഞ്ഞത്തലമും പെടുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഉദ്ദേശം ഇസ്മലം മാത്രമാണ്. കാരണം ചില നുസ്ഖകളിൽ ഇൻ സിവാഹ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞത്തിനാണ് എന്തത് ഒഴിവാക്കിയത്. അപ്പോൾ ഇസ്മ അലമ് ലഖബ് അലമിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ആ ലഖബ് അലമിനെ പിന്തിച്ച് കൊണ്ടുവരണം, ഇസ്മ അലമിനെ ആദ്യം കൊണ്ടുവരണം. വ ഇസ്മൻ ഇസ്മായ നിലയിൽ, ഹാലുമിൻ ഫായിലി അത്ത, അത്ത എന്നതിലെ ഫായിൽ എന്നുള്ള ഹാലാണ്. അത്ത വന്നിട്ടുണ്ടെങ്കിൽ അലമു വന്നിട്ടുണ്ട്. അത്തൻ്റെ ഫായിൽ അലമാണ്. അപ്പോൾ അലമ് ഇസ്മ അലമായിട്ട് വന്നിട്ടുണ്ട്. വ കുഞ്ഞത്തൻ കുഞ്ഞത്തായിട്ടും വന്നിട്ടുണ്ട്. വ ലഖബൻ ലഖബായ നിലയിലും വന്നിട്ടുണ്ട്. യാനി അതായത് അന്നൽ അലമ നിശ്ചയം അലമാകുന്നത്, യങ്കസിമു അത് ഓഹരിയാകുന്നു, ഇല ഇസ്മിൻ വ കുഞ്ഞത്തിൻ വ ലഖബിൻ, ഇസ്മലമിലേക്കും കുഞ്ഞത്തലമിലേക്കും ലഖബലമിലേക്കും എന്ത് ചെയ്യുന്നു? ഓഹരിയാകുന്നു. അപ്പോൾ അലമുകൾ 3 ഉണ്ട്. ഇസ്മലമുണ്ട്, കുഞ്ഞത്തലമുണ്ട്, ലഖബലമുണ്ട്. ഫൽ ഇസ്മു, അപ്പോൾ ഇസ്മലമാകുന്നത് ഒന്നാണ്. ലൈസ കുഞ്ഞത്തം വല ലഖബ, കുഞ്ഞത്ത് അലമും ലഖബ് അലമും അല്ലാത്ത ഒന്നിനാണ് എന്തു പറയാ? ഇസ്മലമു എന്ന് പറയാ. വഹുവൽ ഖാലിബു, അതാണ് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുക. ഇസ്മലമാണ് എല്ലാവർക്കും ഉണ്ടാവുക. കുഞ്ഞത്തലമും ലഖബും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അധികരിച്ചുണ്ടാവേതാണ് ഇസ്മലമാണ്. അപ്പോൾ കുഞ്ഞത്തലമും ലഖബ് അലമും അല്ലാത്തതാണ് ഇത് ഇസ്മു അലം. കസൈദിൻ സെയ്ദ് പോലെ, സെയ്ദ് ഇസ്മലമാണ്. വ അംറിൻ അമ്രു പോലെ, ഇർഫാനിൻ ഫാസിലിൻ അജ്മലിൻ, ഇതൊക്കെ എന്താണ്? ഇസ്മലമാണ്. അപ്പോൾ അതാണ് അധികരിച്ചത്. അപ്പോൾ ഇതൊന്നും കുഞ്ഞത്തലമോ അല്ല, ലഖബലമോ അല്ല. വൽ കുഞ്ഞത്തു കുഞ്ഞത്ത് അലം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. സുദ്ദിറ തുടങ്ങപ്പെട്ട ഒന്നാണ്. ബി അബിൻ വ ഉമ്മിൻ, അബു കൊണ്ടോ ഉമ്മു കൊണ്ടോ തുടങ്ങപ്പെട്ട ഒന്നിനാണ്, അലമിനാണ് കുഞ്ഞത്തലമ് എന്ന് പറയുന്നത്.
അബു കൊണ്ടോ ഉമ്മു കൊണ്ടോ തുടങ്ങപ്പെട്ട അലമിനാണ് കുഞ്ഞത്തലം. ഉദാഹരണം അബൂബക്കർ, ഉമ്മു കുൽസൂം, ഈ ഇതൊക്കെ തുടങ്ങിയ അബു കൊണ്ട അല്ലെങ്കിൽ ഉമ്മു കൊണ്ട. എൻ്റെ ഉപ്പാൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ജ്യേഷ്ഠൻ്റെ എൻ്റെ പേരൊക്കെ ചേർത്തിട്ട് അബു ഇർഫാൻ, അബു ഇർഷാദ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? കുഞ്ഞത്തലമാണ് അത്. അബു കൊണ്ടോ ഉമ്മു കൊണ്ടോ ചേർത്ത് തുടങ്ങപ്പെട്ട ഇസ്മുകൾക്ക്, അലമുകൾക്ക് കുഞ്ഞത്ത് അലം എന്ന് പറയുന്നു. അബീബക്രിൻ, അബൂബക്കർ പോലെ, ഉമ്മി കുൽസൂമിൻ, ഉമ്മു കുൽസൂം പോലെ. അപ്പോൾ അതാണ് കുഞ്ഞത്തലം. അബു കൊണ്ടോ ഉമ്മു കൊണ്ടോ തുടങ്ങപ്പെട്ട അലമിനാണ് കുഞ്ഞത്തലം എന്ന് പറയുന്നത്. വൽ അറബു, അറബികളാകുന്നത് യഖ്സുദു ബിഹാ, ഈ കുഞ്ഞത്ത് അലമു കൊണ്ട് ഉദ്ദേശിക്കുന്നു അത്തഅലീമ, ബഹുമാനിക്കലിനെ ഉദ്ദേശിക്കുന്നു. ലി അദമി തസ്രീഹി ബിൽ ഇസ്മി, ഇസ്മു കൊണ്ട് വ്യക്തമാക്കി പറയാതിരിക്കാൻ വേണ്ടി, ഒരാളുടെ പേര് വ്യക്തമാക്കി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞത്തലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? ഫൈന ബാലൻ നുഫൂസി, ചില ആളുകൾ യൈനഫു, വെറുക്കുന്നു, അൻ യുഹാത്തബ, അവർ അഭിസംബോധന ചെയ്യപ്പെടലിനെ ബി ഇസ്മിഹ, ആ നഫ്സുകളുടെ പേര് കൊണ്ട്. അപ്പൊ ചില ആളുകൾ ഓരോ പേര് വിളിക്കണ ഓർക്ക് എന്തുണ്ടാവും? ഒരു വെറുപ്പുണ്ടാക്കണ അല്ലെ? നേരിട്ട് പേര് വിളിക്കുന്നത് ഓർക്ക് വെറുപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് അറബികള് കുഞ്ഞത്തലമ വെച്ചാണ് എന്ത് ചെയ്യുക? വിളിക്കുക. മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓല പേര് വെച്ചിട്ട് അബു ചേർത്ത് വിളിക്കും, അബൂ ഖാസിം. അതുകൊണ്ട് കുഞ്ഞത്തലമ് ബഹുമാനിക്കാൻ വേണ്ടി, ബഹുമാനിക്കലാണ്, ആദരിക്കലാണ് കുഞ്ഞത്തലം കൊണ്ട് അറബികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് ഇസ്മലം, എന്താ ലഖബ് അലം, എന്താ കുഞ്ഞത്തലം എന്ന് പറഞ്ഞു. വൽ ലഖബു, ലഖബ് അലം എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ഉഷ്ഇറ ബി മദിഹിൻ ഔ ദമ്മിൻ, മദ്ഹ് കൊണ്ടോ പ്രശംസ കൊണ്ടോ ആക്ഷേപം കൊണ്ടോ അറിയിക്കപ്പെട്ട ഒന്ന്. പ്രശംസിച്ച് വിളിക്കുക അല്ലെങ്കിൽ ആക്ഷേപിച്ച് വിളിക്കുക. ഇപ്പം നമ്മൾ വിളിക്കാറില്ലേ, ചെറുശ്ശേരി ഉസ്താദിനെ എന്ത് വിളിക്കും? സൈനുൽ ഉലമ എന്ന് വിളിക്കും, ഉലമാക്കളുടെ അലങ്കാരം. അല്ലെങ്കിൽ ഷംസുൽ ഉലമായി, ഉലമാക്കളുടെ ഷംസ്, സൂര്യൻ. താജുൽ ഉലമ, ഇങ്ങനത്തെ പേരൊക്കെ വിളിക്കും. ഇതൊക്കെ മദ്ഹ് ചെയ്ത് വിളിക്കുന്നതാണ്. ഇതിനാണ് മദ്ഹ് ആയിട്ടോ ദമ്മായിട്ടോ അറിയപ്പെടുന്ന ഒന്ന്. ആ ഇസ്മിനാണ് എന്തു പറയാം? ആ അലമിനാണ് ലഖബ് അലം എന്ന് പറയാം. ഇതുപോലെ സൈനുൽ ആബിദീൻ, സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ പോലെ. പിന്നെ അംഫിന്നാക്ക, അത് ദമ്മിന് ഉദാഹരണം. ഒട്ടകമൂക്കൻ, ഏ പേര് വിളിക്കൂല ചിലവർക്ക് നിങ്ങൾ, ഏ പേര് കളിയാക്കണ പേര്, അതിനാണ് ലഖബ് അലം എന്ന് പറയണത്. അംഫുന്നാക്ക, ഒട്ടകമൂക്കൻ. അറബികളിൽപ്പെട്ട ജാഫർ ഇബ്നു കരീൻ എന്നൊരാളെ വിളിച്ചിരുന്ന പേരാണ് അംഫുന്നാക്ക, ഒട്ടകമൂക്കൻ. അതാണ് ലഖബ് അലം. അപ്പോൾ അലമുകൾ മൂന്നെണ്ണം. ഒന്ന് ഇസ്മു അലം, ഇസ്മലം പറഞ്ഞാൽ കുഞ്ഞത്തലമോ ലഖബ് അലമോ അല്ലാത്തത്. കുഞ്ഞത്ത് എന്ന് പറഞ്ഞാൽ അബു കൊണ്ടോ ഉമ്മു കൊണ്ടോ തുടങ്ങപ്പെട്ടത്. ലഖബ് പറഞ്ഞാൽ മദ്ഹായിട്ടോ ദമ്മായിട്ടോ അറിയപ്പെടുന്ന ഒന്ന്. അഖിറൻ, നീ പിന്തിച്ചോ, ലാ അതിനെ, ഐ ലഖബ, ലഖബിനെ നീ പിന്തിച്ചോ. ഇൻ സിവാഹു, ആ ലഖബ് അല്ലാത്തത്, സ്വഹിബ, ആ ലഖബിനോട് കൂടെ വന്നാൽ, സഹവസിച്ചു വന്നാൽ. ഇവിടെ ആ സിവന്റെ ഉദ്ദേശം വൽ മുറാദു ബിഹി, ആ ലഖബ് അലമ് അല്ലാത്തത് എന്നുള്ള ഉദ്ദേശം അൽ ഇസ്മു, ഇസ്മാണ്, അത് കുഞ്ഞത്തല്ല എന്നർത്ഥം. കമ വുജിദ ഫി ബഅദി നുസഖി, ചില കോപ്പികളിൽ നുസ്ഖകളിൽ എത്തിച്ചതുപോലെ, ഇൻ സിവാഹ എന്ന് എത്തിച്ചതുപോലെ. അപ്പോൾ കുഞ്ഞത്തല്ലാത്തതെന്ന് ചില നുസ്ഖകളിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ സിവ കൊണ്ടുള്ള ഉദ്ദേശം ഏതാണ്? ഇസ്മലമാണ്. അപ്പോൾ ഇസ്മ അലമ് ലഖബ് അലമിനോട് ലഖബ് അലമ് ഇസ്മ അലമിനോട് സഹവസിച്ചു വന്നാൽ ആ ലഖബ് അലമിനെ നീ എന്ത് ചെയ്തോ? പിന്തിച്ചോ. വാഹിറൻ, നീ പിന്തിച്ചോ. വസ്വറഹ ബിഹി ഫി തസ്ഹീൽ, തസ്ഹീൽ എന്ന കിതാബിൽ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട്. വശദ, ഷാദായിരിക്കുന്നു തഖദീമുഹു, അതിനെ മുന്തിക്കൽ, ഫി ഖൗലിഹി,
അപ്പോൾ ലഖബ് അലമിനെ മുന്തിക്കൽ എന്താണ്? ഷാദാണ്. ഫി കൗലി, ഷായറിന്റെ വാക്കില് ബി അന്നദൽ കൽബി അംറൻ ഖൈറുഹും ഹസബ ബിബതിനി ശിരിയാന യഅബി ഹൗലഹു ദിബു. ബി അന്ന നിശ്ചയം, ദൽ കൽബി കൽബുടയവനാകുന്നത്, അംറൻ അതായത് അംർ കൽബുടയ അംർ, ഖൈറുഹും അവരിലെ ഏറ്റവും ഉത്തമനാണ്, ഹസബൻ സ്ഥാനമാനങ്ങളാൽ അവരിലെ ഏറ്റവും ഉത്തമനാണ്, ബി ബത്തിനി ശിരിയാന, ബത്തിനി ഷിറിയാൻ എന്ന നാടിന്റെ പേരാണ്. ബത്തിനി ഷിറിയാൻ എന്ന സ്ഥലത്ത് മറമാടപ്പെട്ട ആള്, ആ മറമാടപ്പെട്ട ദൽകൽബ് അംർ ഓരോ സ്ഥാനമാനം ഏറ്റവും ഉന്നതനാണ്. യഅവി ഹൗലഹു അദ്ദേഹത്തിന്റെ ചുറ്റും എന്ത് ചെയ്യുന്നു? ഓരിയിടുന്നു. അത് വേബു ചെന്നായി എന്ത് ചെയ്യുന്നുണ്ട്? ഓരിയിടുന്നുണ്ട്. നമ്മളെ കണക്ക് ഇവിടെ ദൽ കൽബി അംറൻ, ദൽ കൽബ് എന്ന ലഖബ് അലമിനെ അംർ എന്ന ഇസ്മ അലമിനേക്കാൾ മുന്തിച്ചു കൊണ്ടുവന്നു. അതെന്താകുന്നു? ഷാദാകുന്നു. ഓക്കെ, എങ്ങനെയാണ് വരേണ്ടത്? ലഖബ് അലം ഇസ്മ അലമിനേക്കാൾ പിന്തിച്ച് കൊണ്ടുവരലാണ് നിർബന്ധമാണ്. അംറൻ ദൽ കൽബി എന്നാണ് പറയേണ്ടിയിരുന്നത്. അതാണ് നിർബന്ധം. മനസ്സിലായോ? അംഫുന്നാക്ക എന്ന് പറഞ്ഞില്ലേ? അംഫുന്നാക്കത്തി ജാഫർ എന്നല്ല പറയേണ്ടത്. ജാഫറു അംഫുന്നാക്കത്തി എന്നാണ് പറയേണ്ടത്. ആദ്യം ഓലെ യഥാർത്ഥ പേര് പറയാ, ഇസ്മാലും പറയാ, പിന്നെയാണ് ലഖബലം പറയേണ്ടത്. അമ്മൽ കുഞ്ഞത്തു, അപ്പോ കുഞ്ഞത്തലമാകുന്നത് ഫയജൂസു അനുവദനീയമാണ്, തഖ്ദീമുൽ ലഖബി ലഖബിനെ മുന്തിക്കൽ അനുവദനീയമാണ്, അലൈഹ കുഞ്ഞത്തലമിനേക്കാൾ. അപ്പോ കുഞ്ഞത്തലമുണ്ട്, ലഖബലമുണ്ട്. അതിനെ ഏതിനും അങ്ങോട്ട് എന്ത് ചെയ്യാം? പിന്തിക്കുകയും മുന്തിക്കുകയും ചെയ്യാം. വൽ അക്സു അതിന്റെ വിപരീതവും അനുവദനീയമാണ്. ലഖബലമും കുഞ്ഞത്വലമാണുള്ളത്. അതിനേതിനെ ആദ്യം അവസാനം എന്ത് ചെയ്യാം? കൊണ്ടുവരാം. അത് പ്രശ്നമല്ല. കമാ യജൂസു അനുവദനീയമാകുന്നത് പോലെ, തഖ്ദീമുൽ ഇസ്മിനെ മുന്തിക്കൽ അനുവദനീയമാകുന്ന പോലെ, അലൈഹ ആ കുഞ്ഞത്തലമിനേക്കാൾ, വൽ അക്സു അതിന്റെ വിപരീതവും. അപ്പോ ഇസ്മു അലമിനെയും കുഞ്ഞത്തലമിനെയും എന്ത് ചെയ്യാം? ആദ്യം കൊണ്ടുവരാം, അവസാനം കൊണ്ടുവരാം. അത് രണ്ടും ആണ്ട് മാറ്റുന്നതിനെന്തില്ല, കുഴപ്പമില്ല. പക്ഷേ ഇസ്മ അലമും ലഖബ് അലമും ഉണ്ടാകുമ്പോൾ രണ്ടും പറയുന്നുണ്ടെങ്കിൽ ആദ്യം എന്തിനെ കൊണ്ടുവരണം? ഇസ്മ അലമിനെ കൊണ്ടുവരണം. ലഖബ് അലമിനെ പിന്തിച്ചു കൊണ്ടുവരണം എന്താണ്? നിർബന്ധമാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.